ദിവസേന ദശലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ഇന്ത്യൻ റെയിൽവേയെ ആശ്രയിക്കുന്നത്. ഭക്ഷണശാലകൾ, സ്റ്റേഷനറി കടകൾ, ശൗചാലയങ്ങൾ, വിശ്രമമുറികൾ തുടങ്ങി നിരവധി സൗകര്യങ്ങൾ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. എന്നാൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്: എന്തുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ സാധാരണയായി മെഡിക്കൽ ഷോപ്പുകൾ കാണാത്തത്? ഒരു കാലത്ത് റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ കെമിസ്റ്റ് ഷോപ്പുകൾ അനുവദിച്ചിരുന്നതാണ്. 2001 റെയിൽവേ ബോർഡ് മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം സ്റ്റേഷനിലെ ഒരു കെമിസ്റ്റ് സ്റ്റാളിന് പരമാവധി 108 ചതുരശ്ര അടി വരെ സ്ഥലം അനുവദിച്ചിരുന്നു. അന്ന് പുസ്തകശാലകൾ, കെമിസ്റ്റ് സ്റ്റാളുകൾ, പൊതുവായ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവയ്ക്ക് പ്ലാറ്റ്ഫോമുകളിൽ സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് റെയിൽവേ നയങ്ങളിൽ മാറ്റം വന്നതോടെ ഈ സംവിധാനം പുനഃക്രമീകരിക്കപ്പെട്ടു. നിലവിൽ മരുന്ന് സ്റ്റാളുകൾക്ക് പകരം മൾട്ടിപർപ്പസ് സ്റ്റാളുകളാണ് കൂടുതലായി അനുവദിക്കുന്നത്. ഇതിലൂടെ ഒരേ കടയിൽ വിവിധ ആവശ്യങ്ങളുള്ള സാധനങ്ങൾ വിൽക്കാനാണ് ലക്ഷ്യമിടുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഥലം വളരെ വിലപ്പെട്ടതാണ്. ഭക്ഷണശാലകൾ, ടിക്കറ്റ് കൗണ്ടറുകൾ, വെയിറ്റിംഗ് ഏരിയകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനാൽ ചെറിയ സ്റ്റേഷനുകളിൽ പ്രത്യേക മെഡിക്കൽ ഷോപ്പുകൾക്ക് സ്ഥലം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. ഇതോടൊപ്പം മറ്റൊരു പ്രധാന കാരണവുമുണ്ട്: മരുന്ന് വിൽപ്പനയ്ക്ക് പ്രത്യേക ഡ്രഗ് ലൈസൻസും യോഗ്യനായ ഫാർമസിസ്റ്റിന്റെ സേവനവും നിർബന്ധമാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്റ്റേഷനുകളിൽ ഇത്തരം സംവിധാനം നിലനിർത്തുന്നത് ചെലവേറിയതും പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളതുമാണ്. ചെറിയ സ്റ്റേഷനുകളിൽ ആവശ്യക്കാർ കുറവായതിനാൽ ഇത്തരം ഷോപ്പുകൾ എടുക്കാൻ വ്യാപാരികൾ താൽപര്യം കാണിക്കാത്ത സാഹചര്യവും ഉണ്ട്. എന്നാൽ വലിയ സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെ എണ്ണം കൂടുതലായതിനാൽ ചില സ്ഥലങ്ങളിൽ മെഡിക്കൽ ഷോപ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അതേസമയം പല പ്രധാന സ്റ്റേഷനുകളിലും അടിയന്തര ചികിത്സയ്ക്ക് ഫസ്റ്റ് എയ്ഡ് റൂമുകൾ, റെയിൽവേ ഡോക്ടർമാർ, എമർജൻസി ഹെൽത്ത് ഡെസ്കുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി ജനൌഷധി കേന്ദ്രങ്ങൾ തുടങ്ങാനുള്ള സർക്കാർ പദ്ധതികളും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 21 റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമാണ് നിലവിൽ ഔദ്യോഗിക മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നത്.